ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂട്ടിയിട്ട് കൂടുന്നില്ലല്ലോ ഇന്ത്യ ഒന്ന് വരിഞ്ഞു മുറുക്കാനായിട്ട്. യഥാർത്ഥത്തിൽ കൂട്ടിയിട്ട് കൂടുന്നില്ല. സിൻസ് ട്രംപ്സ് 50% താരിഫ് ഹൈക്ക് ഓൺ ഇന്ത്യ മേജർ ഡിപ്ലോമാറ്റിക് മൂവ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം വലിയ തരംഗമായിട്ട് ട്രംപ് 50% താരിഫ് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയതിനു ശേഷം ഇന്ത്യ നടത്തിയ മേജർ ആയിട്ടുള്ള സ്പെക്ടാക്കുലർ മൂവ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പി എം മോഡി ടു വിസിറ്റ് ചൈന ഫോർ SCO സമ്മിറ്റ് ഓൺ August 31. ചൈന ഇൻവൈറ്റഡ് പി എം മോഡി. കഴിഞ്ഞ ദിവസം ചൈന പി എം മോഡിയെ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. 7 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ചൈനയിലേക്ക് പോകുന്നത്. പോരാത്ത തന്നെ അവർ പറഞ്ഞൊരു വാക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവർ പറഞ്ഞത് ഇത്തവണത്തെ നമ്മുടെ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് സൗഹൃദത്തിന്റെ കൂടിക്കാഴ്ചയായിരിക്കും എന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. ചൈനയെ വിശ്വസിക്കേണ്ട, അത് വേറൊരു കാര്യമെങ്കിലും ചൈന ഇത്തവണ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് NSA അജിത് ഡോവൽ മീറ്റ്സ് പുടിൻ ഇൻ ക്രെംലിൻ. പുടിൻസ് ടു വിസിറ്റ് ഇന്ത്യ സൂൺ. ചൈന ബാക്സ് ഇന്ത്യ സ്ലാംസ് US ടാരിഫ്സ് അക്യൂസസ് വെപ്പനൈസ്ഡ് ട്രേഡ്. പോരാത്ത നെതന്യാഹു ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോഡി സ്പീക്സ് വിത്ത് ബ്രസീൽസ് ലുല. ബോത്ത് വോട്ട് ടു എക്സ്പാൻഡ് സ്ട്രാറ്റജിക് ടൈസ്. ഇന്ത്യ സിഗ്നൽസ് ഫേം സ്റ്റാൻഡ് ഓൺ സ്ട്രാറ്റജിക് ഓട്ടോണമി ആൻഡ് മൾട്ടി അലൈൻമെന്റ് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഈ ട്രംപിനെതിരെ ഒരു മോദി തരംഗം അലയടിക്കുന്നുണ്ടോ അന്തർധാരയിൽ, അന്തഃപുരങ്ങളിൽ എന്നുള്ളൊരു സംസാരം ഇപ്പൊ വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഞാൻ ചുമ്മാ ഫണ്ണി ആയിട്ടൊരു കാര്യം കൂടെ പറയാം. ഡൊണാൾഡ് ട്രംപ് വിളിച്ചിട്ട് നെതന്യാഹുവിന്റെ തള്ളക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ. നെതന്യാഹുവിനെ വിളിച്ചിട്ട് അച്ചാ പുച്ചാ എന്നൊക്കെ പറഞ്ഞ് നെതന്യാഹുവിനെ തള്ളക്ക് വിളിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. നെതന്യാഹു ദേഷ്യത്തിൽ ഫോൺ വെച്ചു എന്നും ഒരു വാർത്ത പുറത്ത് വരുന്നുണ്ട്. എന്നാലും അതിലോട്ട് നമ്മൾ പോകണ്ട, പറഞ്ഞതേ ഉള്ളൂ. ട്രംപിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എന്തായാലും ഈ അമേരിക്കൻ അന്തഃപുരങ്ങളിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ഒരു തരംഗം ആഞ്ഞടിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അത് വെറുതെ പറയുന്നില്ല. കാരണം അമേരിക്കയുടെ ശതകോടീശ്വരന്മാർക്കിടയിൽ ഇന്ത്യൻ മാർക്കറ്റ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ക്രാഷ് ചെയ്ത് കളയുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷം നിലനിൽക്കുന്നുണ്ട്. 12 ശതകോടീശ്വരന്മാരാണ് ഡൊണാൾഡ് ട്രംപിനെതിരെ രംഗത്തെത്തിയത്. ഇതിൽ എലോൺ മസ്ക് ഉണ്ട്, മെറ്റയുടെ സ്ഥാപകനുണ്ട്, മെറ്റ കമ്പനിയുണ്ട്, ബിൽഗേറ്റ്സ് ഉണ്ട്, ജെഫ് ബസോസ് ഉണ്ട്. അങ്ങനെ പല പല ശതകോടീശ്വരന്മാരും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് $50 ബില്യൺ അവരുടെ വെള്ളത്തിലായത് എന്നുള്ളത് ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള താരിഫ് ഏർപ്പെടുത്തിയതിന് പിന്നാലെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പ്രമുഖ വ്യവസായിയും ടെസ്റ്റ് ബെഡ് സ്ഥാപകരുമായിട്ടുള്ള കിർക്ക് ലൊബിമോവ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുമായുള്ള ബന്ധം വഷളാകുന്നത് അമേരിക്കയ്ക്കാണ് ഏറ്റവും കൂടുതൽ അപകടം ചെയ്യുന്നത്. അമേരിക്കയിൽ ഇൻഫ്ലേഷൻ വരും, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ട്രംപിനെതിരെ. UN മുൻ US അംബാസിഡർ ആയിട്ടുള്ള നിക്കി ഹാലി അവർ പറഞ്ഞിരിക്കുന്നത് ചൈനയ്ക്കാണ് ഇത് ആശ്വാസം ലഭിക്കുന്നത്. മിസ്റ്റർ ട്രംപ്, വാട്ട് ആർ യു ഡൂയിങ്? ആർ യു ഔട്ട് ഓഫ് മൈൻഡ്? അതായത് നിങ്ങളുടെ ബുദ്ധി എന്താ മരവിച്ചു പോയോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ ട്രംപിന് ഡിമെൻഷ്യയാണ് എന്നുള്ളൊരു വാദം പുറത്തു വരുന്നുണ്ട്. ട്രംപിന് ഡിമെൻഷ്യയാണ്. ട്രംപ് പിറകിൽ നിൽക്കുന്ന ആളുടെ പേര് പോലും ഓർക്കുന്നില്ല. നേരത്തെ നമ്മൾ ഈ ബൈഡനെ കുറിച്ചാണ് ഈ ആരോപണങ്ങൾ കേട്ടിരുന്നത്. ബൈഡന് 80-86 വയസ്സായി. അപ്പോൾ ബൈഡൻ ഇപ്പോൾ ഓർമ്മശക്തിയൊന്നും ഇല്ല എന്നുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ട്രംപിന് ഡിമെൻഷ്യയാണ്, അൾസിമേഷന്റെ തുടക്കമാണെന്ന് അമേരിക്കക്കാർ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, UN മുൻ US അംബാസിഡർ നിക്കി ഹാലി ട്രംപിനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയിലെ സൗത്ത് ഏഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആയിട്ടുള്ള മൈക്കിൾ കുങ്മാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു തീരുമാനം ദോഷ്യകരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ്. പക്ഷെ അത് ഇന്ത്യക്കായിരിക്കില്ല ഉണ്ടാക്കുന്നത്, അത് അമേരിക്കയ്ക്കായിരിക്കും. ഇന്ത്യക്ക് ഒരു അനുഗ്രഹമുണ്ട്, അത് അമേരിക്കയ്ക്കില്ല. ഇന്ത്യക്കുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ആഭ്യന്തര വിപണിയുണ്ട്. ആ ആഭ്യന്തര വിപണിയെ ആശ്രയിച്ചാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം വേറൊരു വിപണിയും കിട്ടിയില്ലെങ്കിലും ഇന്ത്യയുടെ വിപണി കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ ആശ്വാസമായി കാണുന്ന ലോകരാജ്യങ്ങളാണ്. ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറി ഒരു കോവിഡിന് ശേഷം. കാരണം കോവിഡിന് ശേഷം നമ്മുടെ സാമ്പത്തിക രംഗം വളരെയധികം തകർന്നു പോയി, വ്യാപാരമൊക്കെ വളരെയധികം മന്ദഗതിയിലായി. അപ്പോൾ ഇന്ത്യൻ ഒരു സമ്പദ് വ്യവസ്ഥയെ ആശ്രയിച്ചാണ് പല പല രാജ്യങ്ങളും പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയുമായിട്ട് ഒരു കൊമ്പുകോർക്കലിന് വന്നു കഴിഞ്ഞാൽ മൈക്കിൾ കുങ്മാൻ പറയുന്നത് അത് അമേരിക്കയെ ദോഷകരമായിട്ട് ബാധിക്കും. US MP ആയിട്ടുള്ള ഗ്രിഗറി മിക്സ് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ച് പറയുന്നത് ഈ ഇന്ത്യയുമായിട്ട് നമ്മൾ ഈ ഒരു ആത്മബന്ധം വളർത്തിക്കൊണ്ട് വരാനായിട്ട് വർഷങ്ങളുടെ പരിശ്രമമാണ് എടുത്തത്, വർഷങ്ങളുടെ പരിശ്രമം. ഇതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് തകർത്തെറിയാൻ ഇയാൾക്കാരാണ് അധികാരം കൊടുത്തത് എന്നാണ് ഗ്രിഗറി മിക്സ് പറയുന്നത്. ഈ ഒരു നിലപാട് ശരിയല്ല. എല്ലാവരും പറയുന്നത് ഇത് അമേരിക്കയ്ക്കായിരിക്കും ദോഷകരമായിട്ട് ബാധിക്കുക. ഇന്ത്യ പ്രൈമറി സ്റ്റേജിൽ ഇന്ത്യക്ക് കുറച്ച് ഒബ്സ്റ്റക്കിൾസും സ്ട്രഗിൾസും ഒക്കെ ഉണ്ടാകും. ബട്ട് ഇത് ഒരു ലോങ് ടേം ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ അമേരിക്കയെ വലിയ രീതിയിൽ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പറയുന്നു. പോരാത്തതിന് ഫോമർ US ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കർട്ട് ക്യാമ്പൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അമേരിക്ക ആരോടെങ്കിലും 21-ാം നൂറ്റാണ്ടിൽ
സൗഹൃദം സ്ഥാപിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുമായിട്ടായിരിക്കണം. ഇത് ഇന്ത്യയുടെ ഒരുപാട് സവിശേഷതകൾ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ റിസ്കിലാണ്. പക്ഷേ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തോട് സൗഹൃദം സ്ഥാപിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു സംഭവമാണ് 21-ാം നൂറ്റാണ്ടിൽ. ഇന്ത്യ വലിയ മാർക്കറ്റാണ്. പോരാത്തതിന് ഇന്ത്യ ചതിക്കില്ല. ഇന്ത്യക്ക് ഒരു നേരും നെറിയുമുണ്ട് എന്നാണ് കർട്ട് ക്യാമ്പൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് അത് പറഞ്ഞിരിക്കുന്നത് എന്താ പറയാ, നമ്മുടെ സ്പെയിനും നമ്മുടെ സ്വിറ്റ്സർലാൻഡുമാണ്. ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. 10 ബില്യൺ യൂറോയുടെ F-35 വാങ്ങാനുള്ള കരാർ സ്പെയിൻ റദ്ദാക്കി. അതിനു പിന്നാലെ സ്വിറ്റ്സർലാൻഡ് ഇത് റദ്ദാക്കുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം വരുന്നത് അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ പല പ്രതിരോധ കരാറുകളും ഇന്ത്യ മരവിച്ചു, രാജ്നാഥ് സിംഗ് അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്നുള്ള ഒരു നിലപാട് ഇന്ത്യ എടുത്തതിന് ശേഷമാണ് എന്നുള്ള ഒരു റിപ്പോർട്ടുകളും വരുന്നുണ്ട്. സ്പെയിൻ ഇങ്ങനെ ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപ് കുറച്ച് ഒരു കടന്ന കൈ കാണിച്ചു. ട്രംപ് പറഞ്ഞു നാറ്റോയെ കൊണ്ട് നിങ്ങളെ ഞാൻ ഭീഷണിപ്പെടുത്തിക്കുമെന്ന് പറഞ്ഞു. നാറ്റോയെ കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്പെയിൻ പറഞ്ഞു ആര് ഭീഷണിപ്പെടുത്തിയാലും ഞങ്ങൾ വഴങ്ങില്ല, ഞങ്ങളുടെ രാജ്യത്തിന്റെ കാര്യമാണ്, ഞങ്ങൾ തീരുമാനിക്കും. F-35 വാങ്ങണോ വാങ്ങണേ ഞങ്ങൾ 10 ബില്യൺ യൂറോയാണ് അതിൽ ട്രംപ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്വിറ്റ്സർലാൻഡും അമേരിക്കയുമായിട്ടുള്ള ഈ പ്രതിരോധ കരാർ, പല പ്രതിരോധ കരാറുകളും അതിൽ നിന്ന് പിൻവാങ്ങാനുള്ള തീരുമാനമെടുക്കുന്നത്. അപ്പോ ഞാൻ ചോദിക്കുന്ന വിഷയട്ടാ, ഈ അമേരിക്കയ്ക്കകത്ത് അവർക്ക് ഈ അപകടം ട്രംപിനൊഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ചൈന, ഇന്ത്യ, റഷ്യ സഖ്യത്തിനായി ട്രംപ് വഴിയൊരുക്കി കൊടുക്കുകയാണ്. ആ ഒരു വഴിയൊരുക്കൽ ഇപ്പോൾ നടക്കുകയാണ്. പോരാത്തതിന് ഇന്ത്യയുമായി ഇടഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വലിയ നഷ്ടമുണ്ടാകും. അപ്പോൾ ഈ അമേരിക്കൻ അന്തഃപുരങ്ങളിൽ തന്നെ ഒരു നരേന്ദ്രമോദിക്ക് ഫേവർ ആയിട്ടുള്ള ഒരു ടോക്ക് നടക്കുന്നു. ഇത് ആക്ച്വലി ഒരു മോദി തരംഗമാണോ? അമേരിക്കൻ അന്തഃപുരങ്ങളിൽ അലയടിക്കുന്ന ഒരു മോദി തരംഗമാണോ? എന്താണ് ഇതിന്റെ എന്താണ് തോന്നുന്നത് ഇക്കാര്യത്തിൽ? ഇത് ഈ ട്രംപിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമുണ്ട്. അതായത് അമേരിക്കയിലുള്ളവർക്ക് അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനം ചെയ്തിരുന്നതാണ്, ഞാൻ ഈ താരിഫുകൾ ഉയർത്തും. ഈ താരിഫ് ഉയർത്തുന്ന പുള്ളി ആദ്യമായിട്ട് പറയുന്നതല്ല കേട്ടോ. താരിഫുകൾ ഉയർത്തും, അങ്ങനെ കോടാനുകോടി രൂപ കിട്ടും, ആ പൈസ മുഴുവൻ ഞാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് വീതിച്ചു നൽകും എന്നുള്ളത്. അതായത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഈ പറയുന്ന അധികമായി കിട്ടും. ഇപ്പൊ കുറഞ്ഞ മാസം കൊണ്ട് വലിയ രീതിയിലുള്ള തുക അമേരിക്കയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അത് എത്ര നാൾ നിൽക്കുമെന്നുള്ളതാണ്. ആ തുകയ്ക്ക് റിബേറ്റ് ചെക്ക് പൗരന്മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് സ്വപ്നം. അതായത് കിട്ടുന്ന ലാഭം പൗരന്മാർക്കായി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു കൺസെപ്റ്റ് ആണത്. കാരണം വേറെങ്ങും അത് എനിക്ക് തോന്നുന്നു റഷ്യ സോഷ്യലിസം ഒക്കെ മുമ്പ് പറഞ്ഞിരുന്ന സമയത്ത്, USSR പറഞ്ഞിരുന്ന സമയത്ത് പോലും അവർക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതായത് വരുന്ന സമ്പത്തിന്റെ ലാഭവിഹിതത്തിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ലാഭവിഹിതം ഞാൻ പൗരന്മാർക്ക് റിബേറ്റ് ചെക്കുകൾ അവരൊന്ന് കൊടുക്കുന്നു. ഇതാണ് പുള്ളിയുടെ സ്വപ്നം. പക്ഷെ അപ്പൊ ആൾക്കാർ പറഞ്ഞു ഇതിനേക്കാളും വലിയ മണ്ടത്തരം ലോകത്തെങ്ങും ഇല്ല. കാരണം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് ഈ രാജ്യത്തിന്റെ ബാക്കിയുള്ള വികസനത്തിനും മറ്റുള്ള കാര്യത്തിന് എന്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ രാജ്യത്തിന് നികുതി പണം രാവിലെ വിളിച്ച് എന്നെയും ധനുഷിനെ ഒക്കെ നരേന്ദ്രമോദി ഒരു ചെക്ക് തരിക, എന്നാ 10,000 രൂപ ലാഭവിഹിതമുണ്ട്, നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു കഴിഞ്ഞാല് ഈ രാജ്യം എങ്ങോട്ടാ പോകും? ഈ റോഡാര് പണിയും, പാലമാര് പണിയും, ആശുപത്രി ആര് പോയിക്കൊണ്ട് പോകും, വിദ്യാലയങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് പുള്ളിയുടെ സ്വപ്നം. അതിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ഏതായാലും 100 ദിനം കൊണ്ട് 200 കരാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ പ്രഖ്യാപനം. അതൊക്കെ ചീറ്റിപ്പോയി. പിന്നെ ഇപ്പം പുള്ളി പിടിച്ചിരിക്കുന്ന സാധനം നൊബേൽ പ്രൈസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലൊക്കെയാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു, ഇപ്പൊ ധനുഷ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് അതിലേക്ക് വരേണ്ടി വന്നത്. ബെഞ്ചമിൻ നമ്മുടെ ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞു ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളത്. ഇന്ത്യയിലേക്ക് വരുന്നല്ല, അദ്ദേഹം പറഞ്ഞ കാര്യം എനിക്ക് ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. എന്നിട്ട് അദ്ദേഹം പകുതി തമാശയും പകുതി സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ട്രംപും മോദിയും തമ്മിൽ നല്ല ടേംസ് ആയിരുന്നല്ലോ, നല്ല ഫ്രണ്ട്സ് ആണ് അവര്. പിന്നെ ട്രംപിനെ ഒതുക്കുന്ന ഇല്ലെങ്കിൽ അദ്ദേഹത്തെ വരുതിക്ക് നിർത്തുന്ന ചില ടെക്നിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മാധ്യമപ്രവർത്തകർ വെച്ച് എന്താണെന്ന് വെച്ചാൽ ഇല്ല അത് മോദിക്ക് രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. കുറച്ച് ഒരു 1.5 ആഴ്ചക്ക് മുമ്പായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന് വട്ടാണ് എന്ന് ട്രംപ് പരസ്യമായി പറഞ്ഞത്. അയാൾക്ക് ഭ്രാന്താണ്, ചങ്ങലക്കിടണം, അയാൾ അത് ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. അപ്പോഴാണ് ഇന്നലെ പുള്ളിയെ എന്തൊക്കെയോ ചീത്ത വിളിച്ചു ട്രംപ് എന്നുള്ള, ഫോൺ കട്ട് ചെയ്ത് നെതന്യാഹു പോയി എന്നുള്ള വാർത്ത കൂടെ പുറത്തു വരുന്നു. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ അങ്ങനത്തെ ഉള്ള ചീപ്പ് ഡയലോഗുകളൊന്നുമായിട്ട് രംഗത്തെത്തിയില്ല. കാരണം നമ്മൾ ആത്മസംയമനത്തോടെ പോകും. നമ്മൾ എല്ലാ രാജ്യത്തോടും അങ്ങനെയാണ്. ഇപ്പൊ തുർക്കി ആയുധം പാകിസ്ഥാന് കൊടുത്തു, നമ്മൾ ആ തുർക്കിക്കെതിരെ കമാന്നൊരു അക്ഷരം ഇന്ന് വരെ വേണ്ടിയിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ എന്താണ് പറയുന്നത്, അവരെ മോശമായിട്ടോ ഒന്നും നമ്മൾ ചിത്രീകരിച്ചിട്ടില്ല. പാകിസ്ഥാനെതിരെ നമ്മൾ മോശമായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അവരുടെ കരസേനാ മേധാവിയെ പറഞ്ഞിട്ടില്ല, അവരുടെ പ്രസിഡന്റിനെ പറഞ്ഞിട്ടില്ല. പക്ഷെ പാകിസ്ഥാനികളും പാകിസ്ഥാൻ മേധാവികളും ഒക്കെ നാഴിക നാപ്പോട്ട് മോദി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഭരണാധികാരികൾ ആരും ഒരു പേരെടുത്താരെയും വിമർശിച്ചിട്ടുമില്ല. അപ്പം അത് നമ്മുടെ ഒരു പോളിസിയാണ് എന്ന് കരുതിയിട്ട് അതിൽ ബലഹീനതയല്ല എന്നുള്ളത് കാര്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്ന ഒരു സാഹചര്യം. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇന്ന് 2 ദിവസം കഴിഞ്ഞ 48 മണിക്കൂറിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ട്രംപ് ബ്രസീലിയൻ പ്രസിഡന്റിനോട് പറയുന്നു, ലുലു ഡിസിൽവേഡ് പറയുന്നത് എന്താണ്, പിന്നെ
എന്നെ വിളിക്കൂ നിങ്ങൾക്ക് കച്ചവടം ചെയ്യണമെങ്കിൽ. അപ്പൊ എടുത്തു വായിക്കും അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ വിളിക്കാൻ, ഇവിടെ വേറെ ആമ്പിള്ളേരുണ്ട്, മോദിയെ വിളിക്കും, ഇല്ലെങ്കിൽ ഷീ ജിൻപിങ്ങിനെ വിളിക്കും, പുട്ടിനെ ഞാനിപ്പോ വിളിക്കില്ല, അദ്ദേഹം കുറച്ച് തിരക്കിലായതുകൊണ്ടാന്ന് പറഞ്ഞു തീയതിനു മുമ്പ് ഇന്നലെ മിനിഞ്ഞാന്ന് അദ്ദേഹം മോദിയുമായി സംസാരിച്ചു 1 മണിക്കൂറിലേറെ. അവിടെയും ഈ താരിഫ് വിഷയമാണ്. കാരണം ഈ ബ്രിക്സ് രാജ്യങ്ങളിൽ ഇന്ത്യക്കും ബ്രസീലിനുമാണ് 50% താരിഫ് ഈടാക്കി കൊടുത്തിരിക്കുന്നത്. അത് സംസാരിച്ചു. അതിന് തൊട്ടു പിന്നാലെ ഇന്നലെ വ്ളാഡിമിർ പുടിനുമായി, റഷ്യൻ ഭരണാധികാരി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നരേന്ദ്രമോദി 1 മണിക്കൂറിലധികം സംസാരിച്ചു. അതിൽ ഈ ഉക്രൈൻ വാറും ചർച്ചയായി എന്നാണ് മാധ്യമങ്ങളിൽ തന്നെ വരുന്ന വിവരം. കാരണം ഈ ഫോൺ വിളിച്ച വിവരങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെയാണ് പുറത്തുവിടുന്നത്. അപ്പൊ അതിൽ പറയുന്നു ഉക്രൈൻ വാർ, നമ്മളുടെ പണ്ടത്തെ സ്റ്റാൻഡും അങ്ങനെയാണ്, ഇത് യുദ്ധത്തിന്റെ സമയമല്ല, നിങ്ങൾ യുദ്ധം തീർക്കണം, സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ എന്ന് നിലകൊള്ളുന്നത്. അത് നമ്മളതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയും ഈ താരിഫ് ചർച്ചയെ അതിനുശേഷം പുടിൻ വിളിച്ചത് ഒരു കോളാണ് വളരെ ഇമ്പോർട്ടന്റ്. അതിനുശേഷം പുടിൻ വിളിച്ചത് ഷീ ജിൻപിങ്ങിനെയാണ്, ചൈന. ഷീ ജിൻപിങ്ങുമായിട്ടും 1 മണിക്കൂറിലധികം സംസാരിച്ചു. അവിടെയും ഈ താരിഫ് വിഷയം വന്നു. അതായത് ഒന്ന് ഡൗൺ ആയി കിടന്ന പുടിൻ ഇപ്പോൾ ഈ മേഖലയിലെ ഹീറോയായി മാറുന്ന ഒരു കാഴ്ചയാണ്. അതായത് ബ്രിക്സിന്റെ ഒരു മെയിൻ അച്ചുതണ്ട്. കാരണം ബ്രിക്സിന്റെ മെയിൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ചൈനയുമാണ്. അതിലത് നട്ടൽ എന്ന് പറയുന്ന 2 രാജ്യങ്ങൾ. ഈ നട്ടലുകൾക്ക് ഒരു പ്രശ്നമുണ്ട്. കാരണം അമേരിക്ക ഇത്രയും കാലം ഈ ഇന്ത്യ ചൈന ക്ലാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു. അതായത് ചൈന എങ്ങനെയെങ്കിലുമൊക്കെ ഇന്ത്യയിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയിരുന്നു. ഏറെക്കുറെ നമുക്ക് ചൈനയോടുള്ള ഒരു വിരോധത്തിന്റെ പേരിൽ നമ്മളും അതൊക്കെ എഗ്രി ചെയ്തിരുന്ന കാര്യമാണ്. ഇതിന്റെ ഇടയ്ക്ക് ഇത് നമ്മളൊരു ഇടിയിലേക്ക്, ഒരു സംഘടനത്തിലേക്ക് എത്താതിരിക്കുന്നതിന് പ്രധാന കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ റഷ്യ തന്നെയാണ്. അവർ ഇടനില നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അത് സംഘർഷത്തിലേക്ക് നീങ്ങായിരുന്നത്. ഇപ്പൊ എന്താണ് റഷ്യ എന്താണ് ആ റോൾ എടുത്തത്? കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഈ RIC വളരെ സജീവമാകുകയും 23ഓളം ചർച്ചകൾ ഈ 3 രാജ്യങ്ങൾ ചേർന്ന് നടത്തുകയും അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ശ്രീ നരേന്ദ്രമോദി മോസ്കോയിൽ എത്തിയപ്പോൾ ചൈനീസ് പ്രസിഡന്റിനെ കാണുകയും ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ അജിത് ഡോവലുമായിട്ട് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം സംസാരിച്ചു. അതിനുശേഷം S ജയശങ്കറുമായി സംസാരിച്ചു. അതായത് അതിർത്തി പ്രശ്നങ്ങൾ പെട്ടെന്ന് രമ്യമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മൾ കണ്ടൊരു കാഴ്ചയുണ്ട്. പാകിസ്ഥാനും നമ്മളും തമ്മിലുള്ള അടി നടക്കുന്ന സമയത്ത് നമ്മൾ ചൈനയ്ക്കെതിരെ ഒരു അക്ഷരം പറഞ്ഞില്ല, ചൈന നമുക്കെതിരെയും പറഞ്ഞില്ല. ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചൈനയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. അവരുടെ ഈ ഉച്ചകോടിക്ക് അവർ പറയുന്ന ഒരു പ്രസ്താവനയിൽ പ്രത്യേകം പറയുന്നു, പ്രാദേശികമായ ഭീകരവാദം അമർച്ച ചെയ്യണം. ചൈന അങ്ങനെ സാധാരണ പറയാറില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലൂടെ എത്തിയിരിക്കുന്നു. അപ്പം റഷ്യ ഇതിന്റെ ഇടയിൽ ഒരു മീഡിയേറ്ററായി നിന്നുകൊണ്ട്, കാരണം റഷ്യക്കും ഗുണപ്പെടുന്ന കാര്യമാണ്, നിന്നുകൊണ്ട് ഇന്ത്യയും ചൈനയും ഒന്നിപ്പിക്കാൻ, ഇല്ലെങ്കിൽ അവരുടെ ആ ഒരു ചെറിയ കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കലി പ്രശ്നങ്ങളാണ്. പൊളിറ്റിക്കലി ആയിട്ടുള്ള പ്രശ്നങ്ങളിലും വേറെ, ഇത് വേറെ. പക്ഷെ നമ്മൾ രണ്ടിനെ ഒന്നായിട്ട് തന്നെ കാണുന്നത്. പക്ഷെ സംഘർഷത്തിലേക്ക് നമുക്ക് താല്പര്യമില്ല. ഈ സംഘർഷവും ഈ വ്യാപാരവും നമ്മൾ രണ്ടും രണ്ടായിട്ട് കാണാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല. ചൈന അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് പറ്റില്ല, രണ്ടും ഒന്ന് തന്നെയാണ്, ഞങ്ങൾക്ക് ഈ വെള്ളവും രക്തവും ഒരുമിച്ച് വിടുന്ന പരിപാടിയില്ല, ഏതെങ്കിലും ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞാൻ ദലൈലാമയുടെ ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയുള്ള ചില ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ ഇരുന്ന് സംസാരിച്ച് തീർക്കാവുന്നതായിട്ടുള്ള വിഷയങ്ങളാണ്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ 2 കൂട്ടർക്കും ഒന്നിച്ച് നിൽക്കേണ്ട അനവധി കാര്യങ്ങളുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഇന്ത്യക്ക് 50% താരിഫ് കൊടുത്തപ്പോൾ ചൈനയ്ക്ക് 40% താരിഫാണ് ട്രംപ് നൽകിയത്. അതുകൊണ്ട് ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലായില്ല. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ട്രംപ് കാരണം ബദ്ധവൈരികളായ ഇന്ത്യൻ ചൈന അടുക്കുന്നു എന്നാണ് അമേരിക്കയിലുള്ള അവരുടെ വിവിധ അംബാസഡർമാരും അവരുടെ സെനറ്റർമാരും പറയുന്നത്. നമ്മൾ എന്താണോ ഇക്കാലം അത്രയും ആഗ്രഹിച്ചത്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാലം പണിയെടുത്തത്, അതിന്റെ നേരെ വിരുദ്ധമായി സംഭവിച്ചിരിക്കുന്നു. നമ്മൾ ഇത്രയും കാലം ഇന്ത്യയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ കുറെ പണിപ്പെട്ടു. ആ ബന്ധം ഉണ്ടാക്കിയെടുത്തപ്പോൾ നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. വ്യാപാരം മാത്രമായിരുന്നില്ല അത്. ഏഷ്യയിലെ, കിഴക്കൻ ഏഷ്യയിലെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായി ഇന്ത്യയുമായി ഒരു കമ്പനി ഉണ്ടായാൽ, ഇന്ത്യയുമായി ഒരു സഹകരണം ഉണ്ടായാൽ നമ്മുടെ ആജന്മ ശത്രുവായ ചൈനയെ നമുക്ക് ഒതുക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ അതിനിടയിൽ ഒരു ക്ലാഷ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും അമേരിക്ക നടത്തിയിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ അതെല്ലാം തകിടം മറിയുന്ന കാഴ്ചയാണ്. കാരണം ഇന്ത്യ കൂടുതൽ കാരണം അതിനകത്ത് ആകെ അമ്പിലും വില്ലിലും അടുക്കാതിരുന്ന ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ്. ഇപ്പോൾ ഇന്ത്യ അതിന് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാണ്ട് ഒരു ചെറിയ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പോകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 1 ലക്ഷം കോടി രൂപയുടെ കച്ചവടമാണ് ബ്രിക്സ് രാജ്യങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 27% ബിസിനസ് ഈ ഏഷ്യയിൽ മാത്രമുണ്ട്, ഈ പറയുന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ ഇടയിൽ മാത്രമുണ്ട്. അങ്ങനെ അതായത് വെറും 4 രാജ്യങ്ങളുടെ ഇടയിലാണ് ഉള്ളത് ആലോചിക്കണം. ബ്രസീൽ, ഇന്ത്യ, റഷ്യ, പിന്നെ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ ഈ 5 രാജ്യങ്ങൾ മാത്രം 27%, ലോക ബിസിനസിന്റെ 27% നടക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് മറ്റു രാജ്യങ്ങൾ, ഈജിപ്റ്റ് ഉണ്ട്, UAE ഉണ്ട്, ഇറാൻ ഉണ്ട്, അങ്ങനെയുള്ള രാജ്യങ്ങളോട് തൊഴുമ്പോൾ ഏതാണ്ട് 50% ബിസിനസ് ഇവിടെയാണ്. ബാക്കി 50% പശ്ചിമേഷ്യ യൂറോപ്പിലാണ്. അപ്പം ഈ 50% ഇല്ലാതെ എങ്ങനെ മറ്റൊരു രാജ്യത്തിന് സമ്പന്നമാകാൻ കഴിയും?
നേരെ തിരിച്ചും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമല്ല, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു സ്ട്രാറ്റജി. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതേ പോക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും ഈ മേഖലയിൽ വൻപൻ ശക്തി, വൻപൻ സാമ്പത്തിക ശക്തിയായി വരും. അമേരിക്ക പ്രതീക്ഷിക്കുന്നതിന് നേരെ വിരുദ്ധമായിട്ടൊരു ചേരി രൂപപ്പെടും. കാരണം നമ്മൾ കണ്ടതാണ് 1929 ഇതേ നയം തന്നെ അമേരിക്ക കൊണ്ടുവന്നതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് വഴിമരുന്നിട്ടൊരു കാര്യം. ആ ഒരു നയം കൊണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ആ ഒരു നയിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതേപോലെ താരിഫുകളും ചുങ്കങ്ങളും ചുമത്തിക്കൊണ്ട് മറ്റു രാജ്യങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യമൊക്കെ ഒരു ശാന്തത ഉണ്ടായിരുന്നു. പിന്നീട് അത് വൈരാഗ്യമായി വളർന്നു. പിന്നീട് ആയുധങ്ങൾ സംഭരിക്കാൻ തുടങ്ങി. അത് പിന്നീട് യുദ്ധമായി പരിണമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതായത് ഈ മറ്റു രാജ്യങ്ങളെ പിടിച്ച്, കാരണം ഇപ്പൊ ട്രംപിന് വ്യക്തിപരമായിട്ട് അത് തന്നെയാണ് ഈ അമേരിക്കക്കാർ പറയുന്നത്. ഇവിടെ നമ്മൾ കണ്ടത് ഇതിനു മുമ്പ് ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് വലിയ രീതിയിൽ നികുതി ചുമത്തി കഴിഞ്ഞപ്പോൾ അത് അമേരിക്ക വലിയ പ്രതിഷേധത്തിന് കാരണമായി. കാരണം നമ്മൾ മുമ്പ് എപ്പോഴും പറയുന്നത് അമേരിക്കയിൽ കിടക്കുന്നവർ മുഴുവൻ ഡോളറിന് പുറത്ത് കിടന്ന് ഉറങ്ങുന്നവരല്ല, പാവപ്പെട്ടവരുണ്ട്, സാധാരണക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ചൈനയുടെ പ്രൊഡക്റ്റ് ആയിരുന്നു ഒരു ആശ്വാസമായിട്ടുണ്ടായിരുന്നത്. അതായത് ചൈനയുടെ 77% കയറ്റുമതി US-ലേക്കായിരുന്നു, നമുക്ക് അത്രയൊന്നും ഇല്ല കയറ്റി. അത് മാത്രവുമല്ല, അമേരിക്കക്കാര് 100 അമേരിക്കക്കാർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൽ 44 പേരും ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അവിടെയാണ് ഈ താരിഫ് ചുമത്തിയത് മൂലം അവർക്ക് ആ ഒരു വലിയ ഭീമമായ തുക നൽകേണ്ടി വന്നത്. അതിന് പകരമായിട്ട് ഇദ്ദേഹം കണ്ടത് വിയറ്റ്നാമിനെയാണ്. വിയറ്റ്നാം എന്ത് ചെയ്തു? ചൈന വിയറ്റ്നാം വഴി കയറ്റിവിട്ടപ്പോൾ പിന്നെയും താരിഫ് കൊടുത്തിരിക്കുന്നു. അതൊരു പ്രതിസന്ധിയാണ്. പിന്നെ ഒരു ഓപ്ഷനായിട്ട് അവർക്കുണ്ടായിരുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ്. അവിടെയും താരിഫ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ അതും അവർക്ക് വാങ്ങാൻ കഴിയും. പ്രത്യേകിച്ച് ഈ ഫാർമസ്യൂട്ടിക്കൽ മരുന്ന് കണക്കുള്ള കാര്യം, മരുന്നൊക്കെ വളരെ അത്യാവശ്യമുള്ള ഘടകങ്ങളാണ്. ഇതാണ് അവർക്ക് സംഭവിച്ചത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ ചെയ്യുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ചെയ്യാത്ത സാധനങ്ങൾ നമ്മൾ ഒന്നിലധികം രാജ്യങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത്. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് എണ്ണ ഇപ്പൊ 40 രാജ്യങ്ങൾ മുകളിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ എണ്ണ വാങ്ങുന്നത്? എന്താണത്? ഒരു രാജ്യത്തെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞാൽ നാളെ പണി കിട്ടും. പകരം ഇത്രയും രാജ്യങ്ങളെ ആശ്രയിച്ചു കഴിയുമ്പോൾ പണി കിട്ടത്തില്ല. കാരണം ഒരാളില്ലെങ്കിൽ ഒരാള്. മുമ്പ് നമുക്കറിയാം ഈ GCC രാജ്യങ്ങളൊക്കെ വലിയ എന്താണ് പറയുന്ന നിലപാടുകളുമായി മുമ്പോട്ട്, ഞങ്ങൾ എണ്ണ തരത്തിൽ എണ്ണയ്ക്ക് വില കൂട്ടും, എണ്ണ വില കുറയ്ക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിടത്തുനിന്നൊക്കെ അവർ പോയി ഒരുപാട്. ഇപ്പൊ ബാർഗൈൻ ചെയ്ത എണ്ണ ഇപ്പൊ ഇന്ത്യ മേടിക്കുന്ന രീതിയില്ല. നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ ഇത്ര റേറ്റിനാണെങ്കിൽ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞ തരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ടായിരിക്കണം ട്രംപ് ഇപ്പോൾ മയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്നലെ വന്ന ഇപ്പൊ ഓരോ സമയത്തെ പ്രസ്താവന നമ്മൾ പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, നമുക്കും സേഫ് അതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത് ഇന്ത്യ ഞങ്ങളുടെ ഏറ്റവും അടുത്ത പങ്കാളികൾ തന്നെയാണ്, വിശ്വസ്തരായ പങ്കാളികളാണ്, തന്ത്രപ്രധാന പങ്കാളിയാണ്. പിന്നെ ഞങ്ങള് അവരുമായിട്ട് വ്യാപാര ചർച്ച തുടരുക തന്നെ ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം ഈ വ്യക്തി തന്നെയാണ്, ഈ പറയുന്ന ട്രംപ് തന്നെയാണ് പറഞ്ഞത്. ഒരു ചർച്ചയുമില്ല, ഇനി ഒരു കുന്തവുമില്ല എന്ന് പറഞ്ഞിട്ട് പോയ ആള് ഇപ്പൊ നേരെ മലക്കം പറഞ്ഞു. ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാല് ഓരോ യുദ്ധം പുള്ളി തീർത്തു, ഓരോ മാസം ഓരോ യുദ്ധം തീർത്തു എന്നാണ് പുള്ളിയുടെ ഈ മാനിപ്പുലേഷൻ ടീമുണ്ട് അംഗങ്ങളൊക്കെ പറയുന്നത്. ഏതായാലും ഇപ്പൊ ഓരോ ദിവസം കഴിയുന്നതും പുള്ളി തീർത്ത് ഓരോ യുദ്ധങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളായി മാറുകയാണ്. പുള്ളി കയറി 24 മണിക്കൂറിനും യുദ്ധം തീർത്തതാണ് ഗസയിൽ. അവരിപ്പോ കരസേന നീങ്ങി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇന്നലെ അവിടുത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ വെച്ച് ഇന്റർനാഷണൽ മീഡിയാസ് പറയുന്നത്. ഇസ്രായേൽ ഏത് നിമിഷവും മൂവ് ചെയ്ത് കഴിഞ്ഞു കരസേന ടാങ്കുകൾ, പാറ്റൻ ടാങ്കുകൾ. അതാണ് പുള്ളി 24 മണിക്കൂർ നിർത്തുമെന്ന് പറഞ്ഞ ഒരു യുദ്ധം. അടുത്ത 24 മണിക്കൂർ തീർക്കുമെന്ന് പറഞ്ഞ യുദ്ധമാണ് റഷ്യ-ഉക്രൈൻ യുദ്ധം. പിന്നെ അതിന്റെ ഇടയ്ക്ക് പുള്ളി പോലും പ്രതീക്ഷിക്കാതെ സംഭവിച്ച ഒന്നാണ് ഇറാനുമായിട്ടുള്ള സംഘർഷം. പുള്ളി സ്വപ്നത്തിൽ പോലും കരുതിയില്ല അമേരിക്കയ്ക്ക് പോയി അത് ഇടേണ്ടി വരുമെന്ന്. അങ്ങനെ സംഭവിച്ചു. സിറിയയില് അധികാരം പിടിച്ച് മറ്റേ ടീമിന് കൊടുത്തു. ഇപ്പൊ അവിടെ ആകപ്പാടം നാശമായി കുളവായിട്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ഇന്ത്യ പാക് സംഘർഷം പുള്ളി നിർത്തിയെന്ന് പറഞ്ഞത്. ഇടക്കിടയ്ക്ക് നാഴിക 40 വട്ടം മോദി പറയുന്നുണ്ട് ഈ ട്രംപ് ഒന്നും ഇടപെട്ടതല്ല, ഇനി എന്തെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു കൊള്ളതാഴ്മ വന്നാൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് തന്നെ തിരിച്ചടിക്കും എന്നുള്ളത്. അതൊരു പ്രശ്നം. അപ്പൊ പുള്ളി തീർത്തതായിട്ടുള്ളത് ഇപ്പൊ കംബോഡിയ തായ്ലൻഡ് വാർ പുള്ളി തീർത്തതാണെന്ന് പറയുന്നത്. ഇന്നലെ എനിക്ക് അത് വലിയ രസകരമായിട്ട് തോന്നി. ഇന്നലെ അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള രണ്ടുപേരെയും കൂടെ അടുത്ത് വിളിച്ചെടുത്ത് ഒരു ട്രീറ്റിയൊക്കെ പുള്ളി ഒപ്പിട്ടു. പുള്ളി പറഞ്ഞല്ലോ 35 വർഷത്തിന് ശേഷം ഒരു വലിയ സമാധാന കരാറിലെത്തിയത്. എന്റെ പൊന്ന് ധനുഷ്, ഇവരുടെ ഒരു പൊളിറ്റിക്സ് നോക്കണം, ജിയോ പൊളിറ്റിക്സ്. ഈ അർമേനിയയുടെയും അസർബൈജാന്റെ ഇവർക്ക് എന്നും തമ്മിൽ തല്ലുന്ന രാജ്യം. അവരുടെ പ്രശ്നം ഈ ഒപ്പിടൽ തീരത്തില്ല. കാരണം അർമേനിയയുടെ പൗരന്മാര് ഈ അസർബൈജാന്റെ 2 പ്രവിശ്യകളിലുണ്ട്. അതാണ് അവിടുത്തെ മെയിൻ പ്രശ്നങ്ങൾ എപ്പോഴും. ഇനി അസർബൈജാനുമായിട്ടുള്ള പ്രശ്നം തീർന്നാൽ റഷ്യ വിടത്തില്ല. റഷ്യയായിട്ട് ഇപ്പൊ അവർ അടി നടന്നുകൊണ്ടിരിക്കുക അസർബൈജാൻ. കാരണം റഷ്യൻസും അസർബൈജാൻസും, കാരണം ഇതെല്ലാം എന്താണ് പറയുന്നത്, ഒരു ഏരിയയിലുള്ള ഒരേ വിധ ആൾക്കാരാണ്. അതിന്റെ അടിയോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഇങ്ങനെയുള്ളിടത്ത് ഒരു താൽക്കാലിക, ഒന്നാമത്തെ കാര്യം പുള്ളി ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട രാജ്യങ്ങൾക്ക് ഫണ്ട് കൊടുക്കും. അതായത് ഫണ്ട് തരാനുള്ള ഓഫർ കൊടുക്കും, നിങ്ങൾക്ക് അത് തരാം ഇത് തരാം, നിങ്ങളുടെ കയ്യിൽ നിന്ന് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ഈ പാവങ്ങളെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് ഇത് കൊടുക്കുകയാണ് പുള്ളി. അത് പൈസ കൊടുത്തിട്ട് പുള്ളി ഒരു സംഭവമാണ്. നോബൽ പ്രൈസിന്റെ ആള് ഇപ്പൊ 5 രാജ്യങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. അപ്പം എനിക്കിത് രസമായിട്ട് തോന്നിയ പിന്തുണച്ചവരെ കണ്ടാലാണ് നമുക്ക് ചിരി വരുന്നത്. ഒന്ന് ബെഞ്ചമിൻ നെതന്യാഹുവാണ്, ലോക സമാധാനത്തിന്റെ വെള്ളരിപ്രാവ്. രണ്ടാമത്തെ പിന്തുണച്ച ആള് അസീം മുനീറാണ്. മൂന്നാമത് ഇപ്പൊ അസർബൈജാനും പിന്തുണച്ചിട്ടുണ്ട്, അർമേനിയ പിന്തുണച്ചിട്ടുണ്ട്. ഇത് കൂടാതെ പിന്തുണച്ച ഒരു രാജ്യം കംബോഡിയാണ്, തായ്ലൻഡ് പിന്തുണച്ചിട്ടില്ല. അപ്പോ ഇനി അപ്പോഴാണ് ഇന്ത്യ പറയുന്നത്, മോദി പാർലമെന്റിലടക്കം പറഞ്ഞു ഞങ്ങൾക്കിടയിൽ ആരും ഇല്ല എന്ന് പറഞ്ഞു. ഇന്നും പറഞ്ഞിട്ടുണ്ട് ട്രംപ്, ഞാനാണ് അത് തീർത്തത്. അപ്പൊ ഇടപെട്ടിട്ടില്ല, എന്നെ വിളിച്ചിട്ടും ഇല്ല, പറഞ്ഞിട്ടും ഇല്ല, അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം ഇദ്ദേഹം തീർത്തു എന്ന് പറഞ്ഞ യുദ്ധങ്ങളെല്ലാം തീർന്നു. ഇനി അദ്ദേഹം ഇപ്പൊ റഷ്യയിലേക്ക് വെച്ച് പിടിച്ചിരിക്കുകയാണ്. അത് ആഗസ്റ്റ് 15-നാണ് ചർച്ച. അതിപ്പോ തീർന്നാലും തീർന്നില്ലേലും ഇദ്ദേഹം കാരണം ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത് ഏഷ്യൻ രാജ്യങ്ങൾക്കാണ്, പ്രത്യേകിച്ച് ഇന്ത്യക്കാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇന്ത്യയുടെ കൂടെ ഈ താരിഫ് വർധനവോട് വരുമ്പോൾ സ്വാഭാവികമായി ചൈനയില്ല, ചൈനയ്ക്ക് പകരം ഒരു ഓപ്ഷനായിട്ട് കണ്ടിരുന്ന ഇന്ത്യയുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈ വേണ്ട കാര്യങ്ങൾ, ഇപ്പൊ ഇവർ ഇറക്കുമതി ചെയ്യുന്ന ഒരു സാധനം അവിടുത്തെ ജനത്തിന് വേണ്ട കാര്യമായിരിക്കില്ല, അല്ല ജനത്തിനെ നിർബന്ധിപ്പിച്ച് നമുക്കൊരു സാധനം എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഒരു മെഡിസിൻ കയറിപ്പോയാലും ഒരു ഡ്രസ്സ് കയറിപ്പോയാലും അവർക്ക് വേണ്ടതായിരിക്കും, വേണ്ടാത്ത നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം അതിനവർക്ക് വേറെ എന്താണ് ഈ ഓപ്ഷൻ എന്നുള്ളതാണ്. ഒന്നുകിൽ ഇതേ ക്വാളിറ്റി ഇല്ലാത്തത് അവർ വാങ്ങേണ്ടി വരും, ഇല്ലെങ്കിൽ ഇതിന് സമാനമായിട്ട് അവർ വേറെ ഏതെങ്കിലും ഒരു വിപണിയിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തെ കണ്ടെത്തേണ്ടി വരും. അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല നമുക്ക്. ഇതൊക്കെയാണ് അവിടുത്തെ ഒരു ഇത് വലിയ പണപ്പെരുപ്പത്തിലേക്കാണ് പോകുന്നത്. ഒരു സാധനത്തെ ഭയങ്കര ഡിമാൻഡ് കൂടുന്നുണ്ട് സാധനത്തിന്, പണപ്പെരുപ്പം ഉണ്ടാവും. അത് പറയുമ്പോഴാണ് അമേരിക്കൻ പാർലമെന്റിലുണ്ടായ ഒരു സംസാരം. അവിടെ അമേരിക്കയുടെ പ്രതിപക്ഷം ചോദിക്കുകയാണ് ബനാനാസ്, അതായത് പഴവർഗ്ഗം, മെയിനായിട്ട് ഈ നേന്ത്രപ്പഴം അതുപോലുള്ള കാര്യങ്ങൾ. അമേരിക്കൻസ് മില്യൺസ് ആണ്, അമേരിക്കൻസ് വളരെ ഇൻട്രസ്റ്റ് ഉള്ള സാധനമാണ് ഈ ബനാനാസ് എന്ന് പറയുന്നത്. അപ്പോൾ മില്യൺസ് ഓഫ് ബനാനാസ് ആണ് ഒരു വർഷം അമേരിക്കൻസ് മേടിച്ച് കൂട്ടുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇതിന് താരിഫ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ പറയും യെസ് ഓഫ് കോഴ്സ് താരിഫ് ഉണ്ട്. എത്ര ശതമാനം? അത് 10% താരിഫ്. ഈ 10% താരിഫ് ഈ ബനാനാസിന് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ സാധാരണ പാവപ്പെട്ട അമേരിക്കൻസ് എങ്ങനെ ഇത് മേടിക്കും? അപ്പോൾ അയാൾ പറയുന്നു അത് അമേരിക്കയിൽ ബിൽഡ് ചെയ്യുന്ന ബനാന മേടിച്ചാൽ മതി, അമേരിക്ക ഉൽപ്പാദിപ്പിക്കുന്ന ബനാന മേടിച്ചാൽ താരിഫ് ഇല്ല, അത് ആബ്സല്യൂട്ട്ലി താരിഫ് ഫ്രീ ആണെന്ന് പറയും. അമേരിക്കയിൽ ബനാനാസ് ബിൽഡ് ചെയ്യുന്നു ഇല്ല, അമേരിക്ക കൃഷി ചെയ്യുന്നില്ല ബനാനാസ്, അപ്പോൾ പിന്നെ എങ്ങനെ മേടിക്കും എന്ന് പറഞ്ഞ് ഇവിടെ പാവപ്പെട്ടവനെ അമേരിക്കയിൽ അത് ബാധിച്ചു തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് ആ കോൺവെർസേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഉർവശി ശാപ ഉപകാരം എന്ന് പറയുന്നത് പോലെ നരേന്ദ്രമോദിക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന, ഫാം ലോസിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഗുർമാൻ സിംഗ് അടക്കമുള്ള വലിയ ലീഡേഴ്സ് മോദിക്ക് താങ്ക്സ് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നരേന്ദ്രമോദിക്ക് നന്ദി, കാരണം ഈ ട്രംപിനെ നമ്മുടെ കാർഷിക വിപണിയിൽ കടന്നു കയറാൻ അനുവദിക്കാത്തത് നരേന്ദ്രമോദിയുടെ ധീരമായിട്ടുള്ള തീരുമാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് വലിയ വാർത്തയാണ്. അതല്ല, ഇത് ശരിക്കും പറഞ്ഞ ഗുണപ്പെട്ടത് ട്രംപിനല്ല, മോദിക്കാണ്. കാരണം മോദി ഇപ്പൊ ആരായി? കർഷക സമരക്കാരുടെ മിശിഹയായി മാറി. ഇന്നലെ വരെ മോദിയെ തെറിവിളിച്ചുകൊണ്ട് നടന്ന ഈ കർഷക നേതാക്കളൊക്കെ ഇന്ന് മോദിയെ പുകഴ്ത്താൻ വാക്കുകളില്ല അവർക്ക്. അവര് പറഞ്ഞു ഇത്രയും സ്ട്രോങ് ഒരു ലീഡർ ഞങ്ങൾക്ക് കിട്ടിയല്ലോ, ഞങ്ങളുടെ ഭാഗ്യമാണത്. കാരണം കാർഷിക മേഖല തകർക്കാനായി വന്നവരെ അടുത്ത് കട്ടാ റൈറ്റ് പുള്ളി വേണ്ടെന്ന് പറഞ്ഞ് കട്ടക്ക് നിന്നില്ലേ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇതൊക്കെ ഒരുപക്ഷെ വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ അടക്കം കുറച്ചെങ്കിലുമൊക്കെ അത് ഇമ്പാക്ട് ഉണ്ടാക്കും, കർഷകരുടെ മിശിഹയായിട്ട് മാറി. ഇവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം പറയുന്നത്, ഈ മോദിക്കെതിരെ വന്നവരൊക്കെ പിന്നീട് അദ്ദേഹത്തിന്റെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഈ കർഷക സമരത്തിന്റെ നേതാക്കളും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കറിയാം കർഷക സമരം തുടങ്ങിയിട്ട് എത്ര വർഷമായി ധനുഷ? ഏതാണ്ട് 4 വർഷം കഴിയുന്നു. 4 വർഷമായിട്ട് നിരന്തര സമരമാണ്. അവരിപ്പോഴും അണിയറയിൽ ബാനർ തയ്യാറാക്കി വെച്ചോണ്ടിരുന്നതാണ്, കാരണം ഈ കരാർ ഒപ്പിടുമ്പോൾ വലിയ സമരം ചെയ്യാനായിട്ട്. പക്ഷെ അത് നേരെ ഉൾട്ടായി, ബാനറൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നേരെ ഇപ്പം മോദിക്ക് ജയ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരെത്തി. അതൊരു ഗുണം. അതായത് ഇന്റേണലി മോദിക്കുണ്ടായ ഒരു ഇമ്പാക്ട് ഭയങ്കരമാണ്. അതായത് ഈ ഒരു രീതിയിലേക്ക് ഇപ്പം ധനുഷ് ഇപ്പൊ കുറെ ബിസിനസ്സുകാരുടെ പേര് ഇവിടെ പറഞ്ഞു അമേരിക്കയിൽ, അവരൊക്കെ പ്രശ്നത്തിലാണ്. ഇന്നലെ ഞാന് പിന്നെ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന പിന്നെ കിറ്റക്സിന്റെ ഓണർ സാബുവിന്റെ ഒരു ഇന്റർവ്യൂ കാണുകയുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തോടൊപ്പമാണ് നിൽക്കുന്നത്. രാജ്യം എന്ത് നിലപാടെടുക്കുന്നു അതാണ്. എനിക്ക് നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ അമേരിക്കയിലേക്ക് എന്റെ സാധനം കയറി പോകുന്നില്ല, എനിക്ക് അതിനകത്ത് ഒരു നിരാശയും വിഷമവും ഇല്ല. കാരണം അതിന് ഞാൻ വേറെ വിപണി കണ്ടെത്തും, അതെന്റെ പ്രധാനമന്ത്രിക്ക് കണ്ടെത്തി തരാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മറ്റൊന്നെന്ന് വെച്ചാൽ എന്റെ രാജ്യത്തിന്റെ പോളിസി എന്താണോ, ഞാൻ ഈ രാജ്യത്തിന്റെ പൗരനാണ്, അതാണ് എനിക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു. നേരെ മറിച്ച് അമേരിക്കയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഓരോ ബിസിനസ്സുകാരനും ട്രംപിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. അവിടെയാണ് ഇത് വ്യത്യാസം കാണേണ്ടത്. ഇവിടെ ഇന്ത്യ അതേ രീതിയിൽ ഇന്ത്യയിലെ പറയുന്നു, പക്ഷെ ഇവിടെ ചില ചാനലുകൾക്ക് സഹിക്കുന്നില്ല. ചിലരൊക്കെ പറയുന്നു ഇന്ത്യ കൂപ്പ് കുത്തി തകർന്നു എന്നൊക്കെയാണ്. ആ കാര്യം അറിയാം, അവർക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല, ചുമ്മാ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഗുണം വരുന്നുണ്ട്, പക്ഷെ ഇതിനകത്ത് നഷ്ടമുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നതൊക്കെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് നഷ്ടമുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് ആ നഷ്ടം അധികം നിൽക്കില്ല.
ആ അതെ. നഷ്ടം താൽക്കാലികമാണ്. എല്ലാ തിരിച്ചടികൾക്കും ഒരു നഷ്ടമുണ്ടാകും. ആ നഷ്ടം ഓക്കെ. താൽക്കാലികമാണ്. അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ഈ രാജ്യത്തിന് ഉണ്ടെന്ന് പലവട്ടം ലോകത്തിന് തെളിയിച്ചു കൊടുത്തിട്ടുള്ള രാജ്യമാണ്. പക്ഷെ ഉം. അമേരിക്ക ഈ ട്രംപ് കാണിക്കുന്നത് അബദ്ധങ്ങളാണെന്ന് തന്നെ അമേരിക്കയിലുള്ള ബഹുഭൂരിപക്ഷം പേർക്ക് മനസ്സിലാക്കും. കാരണം ഒരൊറ്റ അമേരിക്കൻസും അതിനെ പിന്തുണച്ച് രംഗത്തെത്തുന്നില്ല. ശ്രദ്ധിച്ചോ ധനുഷേ? ഒരൊറ്റ ആ, നേതാവ് പോലും അതെ അതെ. പിന്തുണച്ചെത്തുന്നില്ല. കംപ്ലീറ്റ് ജെന്യുവിൻ ആയിട്ട്. നേതാക്കളും ഒരാളും വരുന്നില്ല അതില്. അതിനകത്ത് ആകെ ഇന്നലെ അവരുടെ ഒരു മന്ത്രിയാണ് പറഞ്ഞത് ട്രംപാണ് യുദ്ധം അവസാനിപ്പിച്ചത്. അത് മാത്രമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഇന്ത്യയും ചൈനയും എല്ലാവരും കൂടി ചേർന്നിട്ട് കുറെ പൈസ കൊടുത്തെങ്കിലും ഒരു നോബൽ പ്രൈസ് മേടിച്ച് ട്രംപിന് കൊടുക്കാമെങ്കിൽ ഒരു വലിയ ആശ്വാസം പുള്ളിക്ക് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഏതായാലും അതെ നമ്മൾ ട്രംപിനെ കുറ്റപ്പെടുത്തേണ്ട. ഇന്ത്യയുടെ സ്റ്റാൻഡ് അത്ര ക്ലിയർ ആയി. അദ്ദേഹം അതെ. പറയുന്ന അതേ നാണയത്തിൽ നമ്മൾ മറുപടി കൊടുത്തിരുന്നെങ്കിലോ? ഇദ്ദേഹം നാഴികക്ക് 40 വട്ടം വാക്ക് മാറുന്നതാണ്. നമ്മൾ ഏതിനാ മറുപടി കൊടുക്കേണ്ടത്? പുള്ളി ഒരു കാര്യം പറയുന്നു, അതിന് മറുപടി കൊടുക്കാൻ പോകുമ്പോൾ പുള്ളി അടുത്ത കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് അതെ. നമ്മളൊന്നും മിണ്ടുന്നില്ല. അയാൾ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കിടന്ന് പറഞ്ഞോട്ടെ എന്ന് വെക്കുന്നു. പിന്നെ ഇന്ത്യ നമ്മളുടെ കരാർ റദ്ദാക്കിയില്ലെങ്കിൽ പോലും അത് നീട്ടിവെച്ചു. കാരണം രാജ്നാഥ് സിംഗ് പോകാനിരുന്നതാണ് അമേരിക്കയിലേക്ക്. ഈ കരാർ ഉം, ഉം, ഉം. യുദ്ധവിമാനങ്ങളും യുദ്ധോപകരണങ്ങളും വാങ്ങുന്നതിന്റെ കരാർ ഒപ്പിടാൻ പോകാനിരുന്ന അതിപ്പോ പോകുന്നില്ലെന്ന് തീരുമാനിച്ചപ്പോഴാണ് ട്രംപിന് അമളി മനസ്സിലായത്. കാരണം അവന്മാരങ്ങ് കാര്യമാക്കി. ഞാനൊരു തമാശക്ക് ചെയ്തതാടാ, നിങ്ങളിങ്ങനെ കാര്യമാക്കും നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന രീതിയിലേക്ക് പോയിരിക്കുന്നു. ഇന്ത്യ അത് വളരെ സീരിയസ് ആയിട്ട് മുമ്പോട്ട് കാര്യങ്ങൾ പോകുന്നു. ട്രംപ് വിചാരിച്ചിടത്തൊരു കാര്യം നിൽക്കുന്നില്ല. ഇനി ട്രംപ് ആയതുകൊണ്ട് പിന്നെ വേറൊരു ഗുണമുണ്ട്. അമേരിക്കക്കാരുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഉം. മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു നിലപാടെടുത്ത പിന്നോട്ട് പോയില്ലായിരുന്നു. ട്രംപ് ആകുമ്പോൾ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം പലവട്ടം പിന്നോട്ടും പോകും മുന്നോട്ടും പോകും. അതുകൊണ്ട് അതെ. പിന്നെ അവർക്കൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇച്ചിരി കഴിയുമ്പോൾ പുള്ളി വേണം പറയാം. താരിഫ് ഒന്നും ഞാൻ അങ്ങനെ പ്രഖ്യാപിച്ചു, ഞാൻ ചുമ്മാ എന്ന് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ അത് വേണേ എടുത്ത് കളഞ്ഞെന്നും പുള്ളി പറയും. അതൊന്നും മടിയൊന്നും പുള്ളിക്കില്ല.